ഒരു വശത്ത് കടുത്ത ആഗോള ഭീഷണികൾ, മറുവശത്ത് ഇരച്ചെത്തുന്ന മിസൈലുകൾ. ഇതിനെല്ലാം പുറമെ സ്വന്തം രാജ്യത്തിനകത്ത് പുകയുന്ന ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിടുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ കരിനിഴലിലാണ്. അതായത് ട്രംപിന്റെ പുതിയ നയങ്ങൾ പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം വീണ്ടും വൻതോതിൽ ആളിക്കത്തിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആഗോള കപ്പൽ ചാനലുകളിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് നികുതി വേണം എന്ന പ്രത്യേക ഫീസോ ഏർപ്പെടുത്താനുള്ള പുതിയ നീക്കം നടന്നതും അത് വലിയ ചർച്ചയായതും പിന്നീട് പാളിപ്പോയതും. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും സ്വന്തം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ട്രംപിനെതിരെ കടുത്ത വിയോജിപ്പുകളും കലാപസ്വരങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഭരണാധികാരിയായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോഴും ട്രംപിന് മുന്നിൽ ഇന്ന് വലിയ വെല്ലുവിളികളാണ് ഉയരുന്നത്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ ഭരണഘടനാ വ്യവസ്ഥകളും രാഷ്ട്രീയ സമവാക്യങ്ങളുമാണ് ട്രംപിനെ ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ സൈനിക വിജ്ഞാപനം പുറത്തു വന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ ഡെമോക്രാറ്റിക് പ്രതിപക്ഷം കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിരോധവുമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞു. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ ഇറാനുമായിട്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് പൂർണ്ണമായിട്ടും ഭരണഘടനാ ലംഘനമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു സൈനിക നീക്കം പശ്ചിമേഷ്യൻ മേഖലയെ കടുത്ത അശാന്തിയിലേക്ക് തള്ളിവിടുക മാത്രമല്ല, അമേരിക്കയെ തന്നെ വലിയൊരു ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 13 ചേർന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൽ ട്രംപിന്റെ യുദ്ധക്കൊതിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ഈ പ്രസിഡന്റ് തന്റെ ഭരണഘടനാപരമായിട്ടുള്ള അധികാര പരിധി ലംഘിച്ചുവെന്നും സൈനിക നീക്കങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചുവെച്ച് അമേരിക്കൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നുണ്ട്. രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് സഭകളുടെ അനുമതിയില്ലാതെ തന്നിഷ്ടപ്രകാരം യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്ന് രാജ്യാന്തര മാധ്യമമായിട്ടുള്ള പ്രസ് TV വരെ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു സൈനിക പ്രഖ്യാപനത്തിനെതിരെ വിവിധ കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം രാജ്യം ഔദ്യോഗികമായിട്ട് വീണ്ടും ആരംഭിച്ചതായിട്ട് കാലിഫോർണിയയിൽ നിന്നുള്ള ജനപ്രതിനിധി മൈക്ക് ലെവ്ലിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സൈനിക നടപടികളിൽ തനിക്ക് മാത്രമാണ് പരമാധികാരമെന്ന് ട്രംപിന്റെ അവകാശവാദം അമേരിക്കൻ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. യുദ്ധവും സമാധാനവും സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രസിഡന്റിനും തനിച്ചുള്ള അധികാരമില്ല എന്ന് ഓർമ്മിപ്പിച്ച ലെവിൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ട്രംപിന്റെ ഈ ഒരു തന്നിഷ്ടത്തിനെതിരെ നിലകൊള്ളാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളോടും ആവശ്യപ്പെട്ടു. സമാനമായിട്ടുള്ള രീതിയിൽ ന്യൂ മെക്സിക്കോയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധി തെരേസ ലെഗർ ഫെർണാണ്ടസും ട്രംപിന്റെ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളെയും കോൺഗ്രസിന്റെ അധികാരങ്ങളെയും മറികടക്കാൻ വേണ്ടി മാത്രം കടലാസിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്ത് അത് വീണ്ടും ആളിപ്പടർത്തുകയും ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി അനുവദിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സെനറ്റിലെ ഡെമോക്രാറ്റിക് ലീഡറായിട്ടുള്ള ചക്ക് ഷൂമറും ട്രംപിന്റെ പുതിയ സൈനിക നടപടികൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ട്രംപിന് രാഷ്ട്രീയപരമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്. ഇറാനുമായിട്ട് ട്രംപ് ഉണ്ടാക്കിയെന്ന് പറയുന്ന സമാധാന ധാരണകൾ മഷി ഉണങ്ങും മുമ്പ് തന്നെ തകർന്നടിഞ്ഞുവെന്നും പരാജയമെന്ന് തെളിഞ്ഞ ഈ യുദ്ധം അടിയന്തരമായിട്ട് നിർത്താൻ ഭരണകൂടം തയ്യാറാക്കണമെന്നും ഷൂമർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജൂണിൽ കോൺഗ്രസിന്റെ ഇരുസഭകളും സംയുക്തമായിട്ട് പാസാക്കിയ പ്രമേയം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സെനറ്റിൽ സംസാരിച്ചത്. രാജ്യം ഇറാനുമായിട്ട് വീണ്ടും ഔദ്യോഗികമായിട്ട് യുദ്ധത്തിലാണ് എന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ച അദ്ദേഹം ഈ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളൊന്നുമില്ലെന്നും ഇത് രാജ്യത്തിന്റെ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് എന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ അനാവശ്യമായിട്ടുള്ള യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണെന്നും അതിർത്തികളിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാകുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെന്നും ഷൂമർ എടുത്തു പറയുന്നുണ്ട്.
ഇതേസമയം ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു ആഗോള വൻശക്തികളുടെ കടുത്ത യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ധന കപ്പലുകളുടെ വലിയൊരു ശതമാനവും പ്രതിദിനം സഞ്ചരിക്കുന്ന ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതയിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് 20% വരെ പ്രത്യേക നികുതിയോ ടോളോ ഈടാക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് പുതിയ അന്താരാഷ്ട്ര വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പ്രമുഖ ആഗോള മാധ്യമമായിട്ടുള്ള വിയോൺ ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായിട്ടും US നാവികസേനയ്ക്ക് ആയതിനാൽ അതിന്റെ സാമ്പത്തിക ബാധ്യത ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പങ്കിടണമെന്നാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്നാൽ ഇറാനെതിരെ അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും പ്രമുഖ രാജ്യങ്ങളും കടുത്ത എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആഗോള സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ജലപാതകളിൽ ഏകപക്ഷീയമായിട്ട് ഇത്തരം ഫീസുകൾ ചുമത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നാണ് ഇവരുടെ ശക്തമായിട്ടുള്ള നിലപാട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ലോക നേതാക്കളിൽ നിന്ന് കടുത്ത പ്രതികരണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചത് ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡ സിൽവയായിരുന്നു. ട്രംപിന്റെ ഈ ഒരു സാമ്പത്തിക നീക്കത്തെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കലല്ല, മറിച്ച് പരസ്യമായിട്ടുള്ള കടൽ കൊള്ള എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയായി ട്രംപിന്റെ സ്വന്തം വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പോലും ഈ നിലപാടിനെതിരെ പരസ്യമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്തെത്തി. നിലവിലെ അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും അനുസരിച്ച് ഒരു രാജ്യത്തിനും ആഗോള സമുദ്രപാതകളിൽ സ്വന്തം നിലയ്ക്ക് ഫീസോ ടോളോ ഈടാക്കാൻ യാതൊരുവിധ അവകാശമില്ല എന്ന് റൂബിയോ വ്യക്തമാക്കുകയുണ്ടായി. സ്വന്തം മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് തന്റെ ഉയർന്ന വിയോജിപ്പ് ട്രംപിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം കേവലം ഒരു ചരക്ക് കപ്പലുകളുടെയോ ഇന്ധന വിതരണത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ പ്രധാന വാണിജ്യ പാതകളുടെ നിയന്ത്രണം ആരുടെ കൈകളിലായിരിക്കുമെന്നും രാജ്യാന്തര നിയമങ്ങളെ മറികടന്ന് വൻ ശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വിജയിക്കുമോ എന്നുള്ള വലിയൊരു പരീക്ഷണത്തിനാണ് ഈ മേഖല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള പുതിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹറിനിലെ US 5ാം കപ്പൽ പടയുടെ പ്രധാന ആസ്ഥാനത്തിന് നേരെയും ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ശക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ ഇറാന്റെ തെക്കൻ തുറമുഖമായിട്ടുള്ള അല്ലെങ്കിൽ തുറമുഖ മേഖലകളിൽ അമേരിക്ക നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങൾക്കുള്ള കടുത്ത തിരിച്ചടിയാണ് തങ്ങളുടെ ഈ ഒരു സൈനിക നടപടി എന്നാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ രാഷ്ട്രീയം പോകുന്നു, മറുവശത്ത് ഇറാന്റെ ഇരട്ടി പ്രഹരം ലഭിക്കുന്നു. എന്തായാലും തങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രതിരോധ അച്ചുതണ്ടിനെയും സംരക്ഷിക്കാനുള്ള അത്യാധുനിക സൈനിക ശേഷി തങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രത്യാക്രമണം എന്നാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഒരു വശത്ത് സ്വന്തം നാട്ടിലെ രാഷ്ട്രീയക്കാരും അവിടുത്തെ പടയൊരുക്കവും, മറുവശത്ത് വിദേശത്ത് നിന്ന് നേരിടുന്ന കടുത്ത സൈനിക തിരിച്ചടികളും ഈ ഡൊണാൾഡ് ട്രംപിനെ ഒരേപോലെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഉള്ളിൽ നിന്നും പുറത്തിൽ നിന്നും ഒരേ സമയം വെല്ലുവിളികൾ ഇരച്ചു കയറുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഈ ഭരണാധികാരിയുടെ BP കുതിച്ചുയരുമോ, അതോ ഈ കനത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റിനെയും അദ്ദേഹത്തിന് തന്റെ പതിവ് ശൈലിയിൽ കാറ്റിൽ പറത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രതിസന്ധികളെ പ്രതിരോധത്തിലാക്കി അല്ലെങ്കിൽ പ്രതിരോധമാക്കി മാറ്റാൻ മിടുക്കനായിട്ടുള്ള ഈ ട്രംപിന് മുന്നിൽ ഇത്തവണ ഈ ഒരു ത്രിശങ്കു സ്വർഗം, ഈ ഒരു അഗ്നിപരീക്ഷണം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ആഗോള രാഷ്ട്രീയത്തിലെ ഈ ഒരു വൻ പ്രതിസന്ധിയായി ട്രംപ് എങ്ങനെ മറികടക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.